ഈ വ്യക്തി മരിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് PM-ലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചിട്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിന്റെ സ്ഥാനത്ത് വരില്ല. കാരണം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഒരു ദുരനുഭവം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കാം, മേ ബി എന്റെ കൂടെ ഇരിക്കുന്ന ആളെ വിളിച്ച് അവരോട് ഞാൻ പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പറയും, ബസ്സിലാണെങ്കിൽ പറയും എനിക്ക് കേസ് ആക്കണം, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തെളിവ് അവരെ കാണിച്ച് കേസ് കൊടുക്കും. അല്ലാതെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒന്ന് സ്ലോ മോഷനിലാക്കിയിട്ട് കുറച്ച് BGM ഒക്കെ കയറ്റി എഡിറ്റ് ചെയ്ത് നേരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുത്ത് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്നറിയോ? നാളെ ഒരു അവസരത്തിൽ ഏതെങ്കിലും പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശബ്ദം ഉയർത്താൻ പേടിയായിരിക്കും. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയാണെന്ന് വിചാരിക്കുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ ചെയ്യാൻ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ കയറി പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറാൻ വേണ്ടി മാത്രം കയറുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല, 100-ൽ 10% ഉണ്ട് അങ്ങനെയുള്ളവര്. അവർക്കിതൊരു അവസരമാണ്. കാരണം ഇനി ആരും പ്രതികരിക്കൂലല്ലോ, അല്ലെങ്കിൽ ഇനി ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ ആരും അവരെ കൂടെ നിൽക്കൂലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. നമ്മളായിട്ട് നമുക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ ഇല്ലാണ്ടാക്കരുത് ഇങ്ങനത്തെ ഫേക്ക് അലിഗേഷൻസ് കൊടുന്നു വെച്ചിട്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്ത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ചുറ്റും നിൽക്കുന്നവർ എന്തായാലും നമുക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളതാണ്. അതിങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തോന്നുന്ന പോലെ എന്തും വിളിച്ചു പറയാന്നുള്ള രീതി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ജെന്യൂൻ കേസ് വരുമ്പോഴും ആരും നമ്മുടെ കൂടെ നിൽക്കാണ്ടാവും. പണ്ട് പറഞ്ഞിട്ടില്ലേ, പുലി വരുന്നേന്ന്. അവസാനം പുലി വരുന്ന സമയത്ത് ഒരാളും നമ്മളെ കൂടെ ഉണ്ടാവില്ല ഹെൽപ്പ് ചെയ്യാനും. ഇത്രയും പറയണമെന്ന് തോന്നി.